കുഞ്ഞിച്ചോ മിനസാൻ മിസ്റ്റർ മഹിത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 34 എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് വീണ്ടും പറയുകയാണ്, മിസ്റ്റർ മഹിത്തിന്റെ സീസൺ 1 എൻഡിങ്ങിലേക്ക് നമ്മൾ ഏകദേശം കാലെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടിപ്പോയ ഒരു 3 എപ്പിസോഡും കൂടെ കാണത്തുള്ളൂ. അതിനുള്ളിൽ മിസ്റ്റർ മഹിയെ നമ്മൾ കംപ്ലീറ്റ്ലി സീസൺ 1 എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കുന്നതായിരിക്കും. സീസൺ 2 നാളിതുവരെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. എന്ന് റിലീസ് ആകുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. റിലീസായാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിനുശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവററ്റ് ആയുള്ള മാൻഹോ സീരീസ് മിസ്റ്റർ മഹിത്തിനെക്കാട്ടും സോളോ ലെവലിങ്ങിനായിട്ടും നാനോ മിഷനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു മാൻഹോ സീരീസ് ആണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആ സീരീസിന്റെ പേരാണ് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്. ഗൈസ്, ഇത് പീക്കാളുള്ളൊരു മുറി മാൻഹോ സീരീസ് ആണ്. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മാൻഹോ സീരീസിൽ വെച്ച് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് യങ് മാസ്റ്റർ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇതാണല്ലേ ടോഡ് പോയ്സൺ കിങ് ആയുള്ള ബേഗ് സാഹയുടെ മാനർ. സത്യം പറഞ്ഞ ആ മനുഷ്യനാണ് ഫാൻറ്റം സോറായിട്ട് ഇതിനു മുമ്പ് ബാറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കെങ്ങനെ അകത്തേക്ക് കടന്നാലോ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ മറ്റൊരാളെ ശ്രദ്ധിക്കുന്നത്. അല്ല, ആ കാണുന്നത് വി സിയോങ് അല്ലേ? ഹലേ മോക് ജുൻവുൺ, നീയോ? ഇതേ സമയം മറ്റൊരാളെ കൂടെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ജാങ് നിയോ ആക്കായിരുന്നു. ഹലേ, ഇത് കൊള്ളാം. ഡാർക്ക് സക്ലീഡിന്റെ ഡിസിപ്ലിനും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫേസ് ടു ഫേസ് ഒന്ന് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് മോക് ജുൻവുൺ മനസ്സിൽ പറയുകയും ചെയ്യും, നാശം, ഇതൊട്ടും തന്നെ നല്ലൊരു സിറ്റുവേഷനല്ല. ഇതേ സമയം അവൾ മനസ്സിൽ പറയുകയും ചെയ്യും, ഓഫ് കോഴ്സ് ഇവൻ ഇവിടേക്ക് വരും. കാര്യം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ടോഡ് പോയ്സൺ കിങ്ങിന്റെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സക്സസിന് ഒരു ഹ്യൂജ് ആയുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇവന് എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെ, ഇവൻ എന്നെ കൊല്ലാൻ നോക്കുന്നത് പോലെ. അതേ സമയത്ത് അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് 2 മണിക്കൂർ മുമ്പുള്ള കാര്യമാണ്. നാശം, ഇതെന്ത് കോപ്പാണെന്ന് പറഞ്ഞ് വി മിയാങ് ചിയന്റെ പേഴ്സണൽ ക്ലോസ് ആയിട്ടുള്ള ജോങ് ഇമിന്റെ കഴുത്തിന് പിടിച്ച് കുത്തി വെച്ചിരിക്കുവാണ്. നീയൊക്കെ എന്നാ ചെയ്യുവാണെന്നറിയ ഇവിടെ. പെട്ടെന്ന് അവനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇവിടെയുള്ള എല്ലാ ഗാർഡ്സിനെ കൊന്നു കളഞ്ഞേക്ക്. അവരവരുടെ മോസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫെയിൽ ആയതല്ലേ. പിന്നെ കാണുന്നത് അവരെ ഓരോരുത്തരും തല അവര് അറുത്ത് മാറ്റുന്നതാണ്. ഇവനെ കൊന്നു കളഞ്ഞേക്ക്. എന്നാൽ അതേസമയം രണ്ടുപേര് അവന്റെ വട്ടം വന്ന് നിന്നു. മൈലിക്, അതൊരിക്കലും നല്ലതല്ല. ജോങ് ഇം എന്ന് പറയുന്നത് താങ്കൾക്ക് ആവശ്യമുള്ള ഒരാൾ തന്നെയാണ്. അതെ, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ വി മിങ് ചുവിന്റെ അണ്ടറുള്ള മാർഷൽ ആർട്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് അവൻ അത്യാവശ്യം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതെന്തായാലും സാധാരണ ഒരുത്തൻ ചെയ്തതല്ല. എന്ത്? ഇവൻ അവസാനം ചെയ്ത ടെക്നിക്ക് കാരണമാണ് മിങ് ചിയോന്റെ സോഡും ത്രോട്ടും മുറിഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതായിരുന്നു ഫസ്റ്റ് ഈവിലുള്ള അൺഡിഫീറ്റബിൾ ഉള്ള ഡീമൻ ഫിസ്റ്റുള്ള ഗോ യോങ് ഹോ. അവന്റെ അച്ഛനാണ് ഗോ യോൻ ബ്യോക്. ആൻഡ് അദ്ദേഹമാണ് ഹെവൻ എർത്ത് അസോസിയേഷന്റെ ഡിഫൻസിന്റെ ചാർജ് ഉള്ളത്. ആ ഒരു കട്ട് വളരെ ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ അവൻ ഈ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ അതിസമർത്ഥനാണ്. അവൻ അറ്റ്ലീസ്റ്റ് ട്രൂ സുപ്രീം പീക്കിലെങ്കിലും ആയിരിക്കണം. പോസിബിളി അതിനെക്കാട്ട് ഹയർ ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. എണ്ണിയാൽ ഒതുങ്ങുന്ന കുറച്ചധികം പേരും മാത്രമേ ആ ഒരു മാർഷൽ റയത്തിലുള്ളൂ. സീനിയർ ഡിസിപ്ലിനുള്ള നായൂർ ലാങ്, പിന്നെ വി സിയോങ്ങും. പക്ഷെ അവർ രണ്ടുപേരാകാൻ ചാൻസ് ഇല്ല. മേ ബി അവരുടെ സബോർഡിനേറ്റ്സ് ആയിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. ഇതാരാണോ ചെയ്തത് അവരെ കണ്ടെത്തണം. എന്നിട്ട് അതേ രീതിയിൽ തന്നെ ഞാൻ അവന് വേണ്ടി പ്രതികാരം ചോദിക്കുന്നതായിരിക്കും. അതിലുപരി ഞാൻ സംശയിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അതവനാണ്. ദ ഗ്രേറ്റ് പാലസ് കോ ലീഡറായുള്ള വു ഹൊറാങ്, കിങ് ഓഫ് ബ്രില്യൻസ് ആയുള്ള സൂൺ യുവിന്റെ ഡിസിപ്ലിൻ, പിന്നെ 5 ടൈഗേഴ്സിൽ ഒരാൾ. നീ ചിലപ്പോ. ഈ സമയത്ത് അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതവന് മനസ്സിലാക്കുകയും അവന്റെ സോളിലേക്ക് അവന്റെ കൈ പോകുകയും ചെയ്യും. യങ് മാസ്റ്റർ, താങ്കളൊന്ന് അടങ്ങുന്നത് നല്ലതായിരിക്കും. അവനാണ് കുറ്റവാളിയെന്ന് നമുക്ക് ഒരു തരത്തിലുള്ള തെളിവില്ല. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൻ നേരെ തിരിച്ചു നടന്നു. അവരെല്ലാവരും സൈലൻസ് ആയി. അല്ല, ഇവനെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ, എന്തായാലും മോക് ജിൻവുൺ, നീ എന്തായാലും അവന്റെ കൂടെ ഒന്നും അല്ലല്ലോ? ഇതുവരെ അല്ല. എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. പക്ഷെ ഇപ്പോൾ സമയമില്ല. എൻ്റെ ചാൻസ് എന്തായാലും ചിലപ്പോൾ നഷ്ടപ്പെടുത്തും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ശരിയാണ്, അവൻ എന്തായാലും എൻ്റെ ഓപ്പർച്യൂണിറ്റി തട്ടിയെടുക്കാൻ വന്നതാണ്. അതിലുപരി ഞാൻ എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി കളയാനും ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടന്നു. മിങ് ചിയോൺ, നീ വിഷമിക്കണ്ട. അസോസിയേഷൻ ലീഡർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ അവഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം യങ് ലേഡിയല്ല വി സിയോങ്ങും യങ് മാസ്റ്ററുള്ള ജാങ് ന്യൂ ആക്കും അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു കയറി. ഹല, ഇനി നമുക്കും കൂടെ പോയാലോ? യെസ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മുന്നിലേക്ക് നടന്നു. പെട്ടെന്നാണ് ഒരാളുടെ കൈ അവിടെ വന്ന് അവനോട് നിൽക്കാൻ പറഞ്ഞത്. നീ ആരാണ്? ആദ്യം നിന്നെ ഐഡന്റിഫൈ ചെയ്യൂ.
ഞാൻ ഡാർക്ക് സർക്കിൾ ലീഡറിന്റെ ഡിസിപ്ലിനാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് നൽകാനാണ് വന്നത്. ഓ, നീയായിരുന്നില്ലേ ഡാർക്ക് സർക്കിൾ ലീഡറിന്റെ ഡിസിപ്ലിൻ? എന്നോട് ക്ഷമിക്കണം, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആ, എന്തായാലും നിന്റെ പേരും ബാക്കിയുള്ള കാര്യങ്ങളും നീ ഇവിടെ എഴുതി വെച്ചിട്ട് നിനക്ക് തിരിച്ചു പോകാവുന്നതാണ്. എന്ത്? ഇന്നിവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ പോയ്സൺ കിങ് ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഗസ്റ്റിനെ മാത്രമേ അകത്തേക്ക് കടത്തിവിടാമെന്ന് സ്ട്രിക്റ്റ് ആയുള്ള ഓർഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ തിരിച്ച് പോകേണ്ടതാണ്. അത് സത്യം പറഞ്ഞാൽ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവനൊന്ന് ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെ കാണിക്കുന്ന ആ ഒരു മാനറാണ്. അവിടെ രണ്ടുപേർ നടന്നു വരുന്നുണ്ടായിരുന്നു. അതിലൊരാൾ പറയും ചെയ്യും, സമയമായിരിക്കുന്നു. അല്ല, ഇതാണല്ലോ അവരുടെ ആകെപ്പാടുള്ള ഒരു ചാൻസ്. ആ പറഞ്ഞതായിരുന്നു ബേഗ് സോഗാങ്, അവിടുത്തെ എൽഡസ്റ്റ് സെക്കൻഡ് സണ്ണാണ്. അവന്റെ കൂടെയുള്ളത് അത് അവിടുത്തെ ഗ്രേറ്റ് ലേഡിയുള്ള മാഡം ജാങ് ആയിരുന്നു. അസോസിയേഷൻ ലീഡറിന് വയ്യാതിരിക്കുന്ന റൂമർ ഇപ്പൊ എല്ലായിടത്തും പരന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സക്സസേഴ്സ് ശരിക്കും ബിസി ആയിരിക്കും. ഇവിടേക്ക് വന്നത് എന്റെ ഹസ്ബൻഡിന്റെ ആ ഒരു സപ്പോർട്ട് തേടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് അല്ലമ്മ, അച്ഛനോട് കാര്യം പറഞ്ഞാൽ പോലെ ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് തന്നെ അറിയാലോ. ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹം പിന്മാറത്തേയില്ല. അതുകൊണ്ട് ഇവരുടെ തിരിച്ചു പോകാൻ പറയാനല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി. ഇതേ സമയത്ത് അവരെല്ലാവരും അവിടെ കാത്ത് ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ തന്നെ ഗ്രീറ്റിംഗ്സ് മൈ ലേഡി എന്ന് അവിടെ എണീറ്റ് ഇന്ന് ബോത്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് ശരിക്കും നല്ലൊരു ദിവസമാണല്ലേ? അതെ, നിങ്ങളുടെ ഗ്രാൻഡ് സന്റെ ആദ്യത്തെ പിറന്നാളല്ലേ? കൺഗ്രാജുലേഷൻസ്. അതേസമയം തന്നെ അവർ തമ്മിലുള്ള ആ ഒരു പോരാട്ടം നൈസിൽ സ്റ്റാർട്ടായിരുന്നു. ആൾ തലയൊക്കെ വെച്ചിട്ട് പറയും ചെയ്യും, അവരിവിടെ ആർഗ്യൂ ചെയ്യുവാണല്ലോ. എല്ലാവരും ഇവിടേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ലേഡി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് ഓടി വന്നു. ദ ഡാർക്സിലിന്റെ ഡിസിപ്ലിൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്തുണ്ടെങ്കിലും തിരിച്ചു പറഞ്ഞു വിട്ടേക്കാൻ. പക്ഷേ അവൻ ഇതുമായിട്ടാണ് വന്നെന്ന് പറഞ്ഞ് ഒരു സാധനം വെച്ച് നീട്ടിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടി. അപ്പൊ എനിക്ക് അകത്ത് കടക്കാൻ സാധിക്കത്തില്ലല്ലേ? അപ്പോ എന്തർത്ഥത്തിലാണെങ്കിലും, അതെ, എന്തർത്ഥത്തിലാണെങ്കിലും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. എന്ത്? നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഡാർക്ക് സെൽ ലീഡറിന്റെ ഡിസിപ്ലിനും കൂടുന്നതായിരിക്കും. പെട്ടെന്ന് അവർ രണ്ടുപേരും ഞെട്ടി. അവൻ എങ്ങനെയാണ് അകത്ത് കടന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടോഡ് പോയ്സൺ കിങ്ങിൽ നിന്ന് ടീച്ചിങ് റിക്വസ്റ്റ് നേരുകയാണ്. എന്റെ കയ്യിരിക്കുന്നത് അസോസിയേഷൻ ലീഡറിന്റെ ഓർഡേഴ്സിന്റെ അതേ അതോറിറ്റിയുള്ള പ്ലേക്സുമായിട്ടാണ്. അതുകൊണ്ട് ഇതൊരിക്കലും നിങ്ങൾക്ക് വിസമ്മതിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് മോക് ജിയോൺ വോൺ അകത്തേക്ക് കയറിയത്. കോപ്സ് ബ്ലഡ് വാലിയിൽ വെച്ച് അവർ നേടിയ 3 പ്ലേക്സ് അതിനെ സഹായിക്കുകയും ചെയ്തു. ഞാൻ മോക് ജിയോൺ വോൺ ദി ഡാർക്ക് സെൽ ലീഡറിന്റെ ഡിസിപ്ലിനാണ്. എന്നിട്ട് അവളെ നോക്കി പറയും ചെയ്യും, ഞാൻ എൻ്റെ ഓഫർ ഇവിടുത്തെ ദ ഗ്രേറ്റ് ലേഡി ഓഫ് ദി ബേഗ് ഹൗസിന് നേരുന്നു. ഇതേ സമയം അവന്റെ കൂടെയുള്ള ആ ഒരു ഗാർഡ് പുറത്ത് നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരു നിമിഷം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. അല്ല, നീ എങ്ങനെയാണ് അകത്തേക്ക് കയറിയത്? ഞങ്ങൾക്ക് പോലും അത്ര എളുപ്പമല്ലായിരുന്നല്ലോ. പിന്നല്ല, എൻ്റെ ഫ്യൂച്ചറിലെ സബോർഡിനേറ്റിൽ നിന്ന് ഞാൻ വേറെ എന്താണ് ആഗ്രഹിക്കേണ്ടത്? പെട്ടെന്ന് അവൾ ഞെട്ടി. നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആണോ? പിന്നല്ല, ഞങ്ങൾ ബഡ്ഡീസാണ്. ഓ, അതെയോ? ആ മോക് ജിയോൺ വുഡ്, ഞാൻ നിനക്കെന്ന ആ ഒരു പ്ലേക്കിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. എന്ത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് തരാം. മൈലോഡ്, ഒന്ന് സൂക്ഷിച്ച് കാര്യങ്ങൾ എല്ലാം ആലോചിച്ചിട്ട് ചെയ്. പെട്ടെന്നാണ് അവൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലമ്മ, നമ്മൾ എന്ത് ചെയ്യും? ഇതൊട്ടും നല്ലതല്ല. ആ ചെറുക്കൻ എന്തായാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ ഒരു ടോപ്പ് ട്രെയിനിപ്പിലേക്ക് നമുക്കൊരിക്കലും വിസമ്മതിക്കാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഇതൊട്ടും നല്ലതല്ല. അവൻ ഒറ്റയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ രണ്ടുപേരും പ്രശ്നത്തിലാകും. അതുകൊണ്ട് നമുക്ക് മറ്റ് മാർഗങ്ങളില്ല. അതിനുശേഷം അവൾ വീണ്ടും അകത്തേക്ക് കയറി. ഓക്കെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ നിങ്ങളെല്ലാവർക്കും അധികാരം നൽകുന്നു. അല്ലമ്മ, അമ്മ, പക്ഷേ കുഴപ്പമില്ല, അച്ഛനോട് കാര്യം പറയാം. പിന്നെ അതിനുശേഷം അവർക്ക് തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന് എന്താണ് പോയ്സൺ ആർട്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വിളിക്കുന്നതെന്ന്. അതവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ കാണിക്കുന്നതാണ് ബേഗ് സാഹയുടെ യഥാർത്ഥ റെസിഡൻസ് ബിൽഡിംഗ്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അച്ഛൻ പറഞ്ഞു നിങ്ങളെ 3 പേരെ കാണാൻ തയ്യാറാണെന്ന്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? അതെന്താണ്? നിങ്ങൾ തന്നെ അവിടേക്ക് ചെല്ലണം. അല്ല, അതെന്താണ് അങ്ങനൊരു കണ്ടീഷൻ? പെട്ടെന്ന് അവൻ ആ റൂം തുറന്നപ്പോഴാണ് വളരെ പവർഫുൾ ഉള്ള പോയ്സൺ പുറത്തേക്ക് ചാടിയത്. അവർ രണ്ടുപേരും അവരെ മൂക്കുപൊത്തി. കാര്യം, ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി പോയ്സൺ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ കടന്നു വേണം എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. അല്ല, ഇതെന്തുവാന്ന് ചോദിച്ചോണ്ട് അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഇതെന്ത് തരത്തിലെ കണ്ടീഷനാണ്? ഈ പോയ്സനെ കടക്കണമെന്നോ? ഇതെന്തെങ്കിലും ടെസ്റ്റ് ആണോ? ഇതൊട്ടും തന്നെ നല്ലതല്ല. ഇവിടുത്തെ പോയ്സൺ എന്ന് പറഞ്ഞത് വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ആണ്. കാര്യം, സൊജാങ്ങിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്ന മോസ്റ്റ് ലീത്തലുള്ള പോയ്സൺസ് ഉള്ള ഒരു ഹൗസാണ് ഈ ബേഗ് ഹൗസ് എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന പോയ്സൺസിന് ആന്റിഡോട്ട് ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്.
അവരെല്ലാരും ഒന്ന് അവിടെ നിന്നുപോയി. ഒരാൾ പോലും മുന്നിലേക്ക് വരുന്നില്ല. പോയിസണിലെ എല്ലാവർക്കും പേടിയുണ്ട്. അറ്റ്ലീസ്റ്റ് സുപ്രീം പീക്ക് റിലത്തുള്ള ഇന്റേണൽ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എൻഡ്യൂർ ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ. അപ്പോ നിങ്ങൾ ആരും കടന്നു വരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് മോങ് ജൻ വുൺ നേരെ മുന്നിലേക്ക് നടന്നത്. എല്ലാരും അത് കണ്ടു ഞെട്ടി. മിസ്റ്റർ മോക്ക്, താങ്കൾ അടുത്തേക്ക് പോകില്ലേ? നാശം, ഇതൊട്ടും നല്ലതല്ല. ഞാൻ എന്നോട് പറയാനും മറന്നുപോയി. അവൻ ഈ ഒരു അവസ്ഥയിൽ ഉറപ്പായിട്ടും മരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ എത്രയും പെട്ടെന്ന് ഫിസിഷ്യനെ വിളിക്ക്. ഈ മണം എന്തായാലും കൊള്ളാമല്ലോ. ആ പറഞ്ഞത് എല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. എന്ത്? ആർസനിക്, ഓലൻഡർ ബോൾഡ് പോയ്സൺ ഇവി, ബ്ലൂ ടർട്ടിലിന്റെ ഇന്റേണൽ ഓർഗൻ പോയ്സൺ, വാട്ടർ ഹെംലോക്ക് 10,000 ഗ്രേറ്റ് പോയ്സൺ, ട്രോൺ ആപ്പിൾ, പോക്ക്വീഡ്, സ്കോർപ്പിയൻ വെനം, റെൻഡ് ആൻഡ് വെനം, പോയ്സൺ ഡാർട്ട് ഫ്രോഗ് വെനം, ഹോർണറ്റ് വെനം, യെല്ലോ സീഡ് ഓഫ് ദി മോക്ക് ഹോൺ ഫ്ലേവേഴ്സ്. ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇനി എനിക്ക് അകത്ത് കടക്കാവോ? അത് കേട്ടപ്പോ എല്ലാരും ഞെട്ടി. നീ പോയ്സൺ ആർട്ട് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ കുറച്ച് പോയ്സൺസിനെയും അതേപോലെ മെഡിക്കൽ ഹെൽപ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ ആ ലേഡി ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവൻ ശരിക്കും ഒരു ജീനിയസ് ആണ്. ഒരു പോയ്സന്റെ മണം കൊണ്ട് മാത്രം ഇത്രയും വെറൈറ്റി അവന് വേർതിരിച്ച് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെറിയ ടാലന്റ് ഒന്നുമല്ല. അവൻ ജനിച്ചപ്പോൾ തന്നെ അതിനുള്ള കഴിവന് ലഭിച്ചിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ കുടുംബത്തിൽ പോലും ഇതുപോലെ ടാലന്റ് ആയിട്ട് ഒരാൾ പോലും ജനിച്ചിട്ടില്ല. എനിക്ക് ആ പയ്യനെ വേണം. എനിക്ക് തോന്നി വെറുതെ അല്ല അച്ഛൻ്റെ ടീച്ചിങ്സിന് വേണ്ടി അവൻ ഇവിടേക്ക് വന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും എന്നാണ്. പക്ഷേ നമുക്കിവിടെ നല്ലൊരു കണക്ഷൻ തന്നെ കിട്ടുമെന്നാടാ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇനി എന്ത് ചെയ്യും? ഒരിക്കലും എനിക്ക് പിന്മാറാൻ പറ്റത്തില്ല. എൻ്റെ സബോർഡിനേറ്റ് പോയി കഴിഞ്ഞാൽ ഞാനും അറ്റ്ലീസ്റ്റ് പോകണ്ടേ? അതെ, ഞാനും ഉണ്ട്. പക്ഷെ അവൻ നിന്റെ സബോർഡിനേറ്റ് അല്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മുന്നിലേക്ക് നടന്നു. എങ്കിൽ ശരി, നിങ്ങളുടെ ക്യൂ സർക്കുലേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ പോയ്സിനെ റിലീസ് ചെയ്യാനും മറക്കണ്ട. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. അങ്ങനെ ആ ഒരു റൂം അവർ തുറന്നു. അത് വളരെ ഡീപ്പായുള്ള ഒരു സ്ഥലമാണ്. അവർ മുന്നിലേക്ക് നടക്കാനും തുടങ്ങി. സത്യം പറഞ്ഞാൽ രണ്ട് ഡിസിപ്ലിൻസും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം. അല്ല മോർട്ടൽ, ഈ പോയ്സൺ ശരിക്കും സ്ട്രോങ് ആണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് വലിയ മോശം പറയാൻ പറ്റത്തില്ല. നമ്മളിവിടെ എത്തി. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയിട്ട് പറയും ചെയ്യും, ആ കാണുന്നതാണ് അച്ഛൻ്റെ റൂം. ആ സമയത്ത് മോക്ജിന് മുന്നിൽ എന്തോന്ന് സെൻസ് ചെയ്യാൻ പറ്റി. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനിയുള്ള പോയ്സൺ ഇനിയും സ്ട്രോങ്ങർ ആയിരിക്കും. എന്ത്? ഇതിൽ സ്ട്രോങ്ങർ ആയിരിക്കുന്നോ? അതെ, ഞങ്ങളുടെ ഹൗസ് ഹോൾഡിന്റെ അൾട്ടിമേറ്റ് ആർട്ട് എന്ന് പറയുന്നത് ദ പോയ്സൺ സൂത്ര ഓഫ് ദി ഡീമൺ ഡിസ്ട്രക്ഷൻ ആണ്. സത്യം പറഞ്ഞാൽ അതിന് ചുറ്റുപാടുള്ള സറൗണ്ടിങ്സ് തന്നെ മെൽറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ്റെ റൂമിന് ചുറ്റും സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്റ്റോൺസ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. വെറുതെ അല്ല ടോഡ് പോയ്സൺ കിങ് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ദി 5 കിങ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു മാർഷൽ ആർട്സ് കൊണ്ട് 100 കണക്കിന് ആൾക്കാരെ നിസ്സാര സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊല്ലാൻ സാധിക്കും. പെട്രിയച്ച് അവർ 3 പേരും ഇവിടേക്ക് എത്തി. എന്ത്? 3 പേരും എത്തിയോ? അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു ഒച്ചയിൽ തന്നെ അദ്ദേഹത്തിന്റെ ട്രൂ ക്യൂയുടെ ഭാരം എനിക്ക് അളക്കാൻ പറ്റുന്നുണ്ട്. വെറുതെ അല്ല 5 കിങ്സിൽ വെച്ച് അദ്ദേഹം സ്ട്രോങ്സ്റ്റ് ആയി മാറിയത്. ടോഡ് പോയ്സൺ കിങ്, എൻ്റെ പേര് ജാങ് ന്യൂൻ ആക്ക്. ഞാൻ സെക്കൻഡ് ഡിസിപ്ലിനാണ്. ഞാൻ താങ്കളുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ശരിക്കും ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. നിന്റെ കൂടെയുള്ള ആളും അതിനുവേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതെ, ഞാനത് എതിർക്കുന്നില്ല സാർ. ടോഡ് പോയ്സൺ കിങ്. എന്നിട്ട് അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യും, ഞാൻ അസോസിയേഷൻ ലീഡർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനുവേണ്ടി താങ്കളുടെ സപ്പോർട്ട് എനിക്ക് തരേണ്ടതാണ്. പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിക്കുകയും ആ ചിരിച്ചത് കൊണ്ട് തന്നെ ആ റൂമിൽ നിന്ന് കുറച്ച് പോയ്സൺ പുറത്ത് കടക്കുകയും ചെയ്തു. ആ പോയ്സൺ ശരിക്കും പവർഫുൾ ആയിരുന്നു. സംസാരം മാത്രമേ ഉള്ളൂ, എന്നിട്ടും എൻ്റെ സപ്പോർട്ട് വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞ് അവനായിട്ട് ആ ഒരു എനർജി അങ്ങോട്ട് റിലീസ് ചെയ്തു. ഞാൻ നിങ്ങളുടെ വിഷ് ഗ്രാൻഡ് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ ഇവിടം വരെ വരേണ്ടതായിട്ടുണ്ട്. അല്ല അച്ഛാ. ഇതേ സമയം ടോഡ് പോയ്സൺ കിങ്ങിന്റെ മകന് മൂക്കുപൊത്തി. അത് ശരിക്കും എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ചോര ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. അവർ വിചാരിച്ചതിനെ കിട്ടും സ്ട്രോങ്ങർ ആയിരുന്നു ആ ഒരു പോയ്സൺ ക്യൂ എന്ന് പറയുന്നത്. അല്ല, അതേ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ആ ഒരു സ്പ്രെഡിങ് പോയ്സൺ മിസ്റ്റ് ആണ്. അത് പോയ്സൺ സൂത്ര ഡീമൺ ഡിസ്ട്രക്ഷന്റെ 7th ഫോം ആണ്. ചുരുക്കം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അൾട്ടിമേറ്റ് സുപ്രീം പീക്കുള്ളവർക്ക് മാത്രമേ അത് എൻഡ്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ അച്ഛാ, താങ്കൾ ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലല്ലേ? പെട്ടെന്ന് അവന്റെ കൈയൊന്ന് ഉയർത്തിയതും ആ ഡോറ് രണ്ടും തുറന്നു വന്നു. എന്തേ, നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? കുറച്ച് സംസാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോഡ് പോയ്സൺ കിങ് അല്ല ബേഗ് സാഹനെ കാണിക്കുന്നത്. എന്നാൽ ആ നിമിഷം അദ്ദേഹം ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. കാര്യം അവിടെ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിൽപ്പുണ്ടായിരുന്നു. അല്ല മിസ്റ്റർ മോക്ക്, നീ എന്താണ്? പെട്ടെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യും, നീ ആരാണ്?
നീ എങ്ങനെയാണ് അത് എൻഡ്യൂർ ചെയ്യുന്നത്? എന്നാൽ മോങ് ജ്യൂൻ വോൺ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവന്റെ കണ്ണ് മറ്റൊരു സ്ഥലത്ത് പതിഞ്ഞ് കഴിഞ്ഞിരുന്നു. ആ കാണുന്നത് അത് സെയിം ആള മാർക്കിംഗ് ആണ്. അതിനുശേഷം മോങ് ജ്യൂൻ വോൺ മുന്നിലേക്ക് നടന്നു. അസോസിയേഷൻ ലീഡറിന്റെ 2 ഡിസിപ്ലിൻ മുട്ടുകുത്തി അവിടെ വീണപ്പോഴും മോങ് ജ്യൂൻ വോൺ ആ പോഴ്സണിലൂടെ മുന്നിലേക്ക് നടന്നു വന്നു. ആ ഒരു മാർക്കിംഗ് അത് എന്റെ അപ്പൂപ്പനെ കൊന്നവൻ ബാക്കി വെക്കുന്ന മാർക്കിംഗ് ആണ്. പെട്ടെന്ന് അവൻ അവന്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഇതേ സമയം അദ്ദേഹം ശരിക്കും ഒന്ന് ഞെട്ടി. അത് ഫാൻറ്റം സോഡിൻ്റെതാണ്. ഞാൻ ടോഡ് പോയ്സൺ കിങ്ങിനെ കാണാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു കില്ലിംഗ് ഇൻറ്റൻറ്റ് കട്ടിച്ച് അമർത്തി അവിടെ നിന്നത്. ഞാൻ ഒരു തവണ കൂടെ നിന്നോട് ചോദിക്കും. അടുത്ത നിമിഷം മോങ് ജ്യൂൻ വോൺ നേരെ മുകളിലേക്ക് ഉയർന്നു. ദ സ്പ്രെഡിംഗ് പോയ്സൺ ക്ലൗഡ് മിസ്റ്റ് എന്ന് പറയുന്നത് നിന്റെ ലെവലിലുള്ള ആൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല. നീ എങ്ങനെയാണ് അത് എൻഡോർ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വേർഡ് ക്യാപ്ചർ അദ്ദേഹം യൂസ് ചെയ്തു. അപ്പോൾ ഇതാണല്ലേ വേർഡ് ക്യാപ്ചർ. ശ്വാസം എടുക്കുന്ന പോലെ ക്യൂവിനാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഫൈക്കിങ്സ് എന്ന് പറയുന്നത് അല്ല, താങ്കൾ ഈ ഒരു പോയ്സണെയാണോ സ്ട്രോങ് എന്ന് കൺസിഡർ ചെയ്യുന്നത്? അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അതുപോലൊരു ചോദ്യം മോങ് ജ്യൂൻ വോന്റെ വായിൽ നിന്ന് വീഴുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇവൻ ശരിക്കും ആരോഗ്യനാണ്. എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടപ്പെട്ടു. സോ നിനക്ക് ലീത്തലുള്ളത് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈയൊന്ന് അനക്കിയതേ നമ്മുടെ മോങ് ജ്യൂൻ വോനെ അവൻ അകത്തേക്ക് വലിച്ചടുപ്പിച്ചു. എന്നിട്ട് ആ ഒരു ഡോറ് അവനങ്ങോട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. എങ്കിൽ പിന്നെ നീ ഇതൊന്ന് എൻഡ്യൂർ ചെയ്ത് കാണിക്കുന്നു പറഞ്ഞ് പാൻ ടെക്നിക് ഓഫ് ദി ഡീമൺ ഡിസ്ട്രക്ഷൻ അങ്ങോട്ട് യൂസ് ചെയ്തു. ഈ പോയ്സൺ നിന്റെ ഇന്റേണൽ ഓർഗൻസിനെ കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്യും. നിനക്കൊന്ന് അനങ്ങാൻ അല്ല, ഞാൻ ഇനി എത്ര നേരം പറഞ്ഞ് ഇങ്ങനെ നിൽക്കേണ്ടത്? പെട്ടെന്ന് അവൻ ഞെട്ടി. എങ്ങനെ? നീ എങ്ങനെയാണ്? അല്ല, താങ്കൾ വിഷമിക്കണ്ട. താങ്കൾ ട്രൂ കെ യൂസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിച്ചെന്നാ. അതല്ല ഇവിടെ പ്രശ്നം. പക്ഷേ ആ ഒരു പോയ്സൺ അതെന്താണ് നിന്റെ മെത്ത് വർക്കാകാത്തത്? നിനക്ക് എങ്ങനെയാണ് ഇത്രയും റെസിസ്റ്റൻ്റ് ഉള്ളത്? പെട്ടെന്ന് മോങ് ജ്യൂൻ വോൺ അവൻ്റെ കൈ കുത്തി പൊട്ടിച്ചു. നീ എന്ത് ചെയ്യുവാണ്? അധികമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള പോയ്സൺ താങ്കളെ കാണിക്കുകയാണ്. നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു റിലമുണ്ട്. അതിൽ ഒരു മനുഷ്യന്റെ മാംസവും രക്തവും പോയ്സണായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ വിട്ടുമാറുന്ന ഒരു അവസ്ഥ. എ ഹ്യൂമൻ ഓഫ് പോയ്സൺ. ആ റിലത്തിൽ നാളിതുവരെ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. നീ ചുമ്മാ പറയുകയാണെങ്കിൽ നീ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്ന് പറഞ്ഞ് ആ രക്തത്തിൽ അവൻ കൈമുക്കിട്ട് അതൊന്ന് രുചിച്ചു നോക്കി. അടുത്ത നിമിഷം അവൻ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. ഞാൻ പറഞ്ഞതല്ലേ? അല്ല, ഇത് നീ ശരിക്കും എ മാൻ ഓഫ് പോയ്സൺ ആണല്ലേ? അല്ല, അതെന്താണ്? എന്ത്, നീ എന്നെ കളിയാക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെടാൻ പോയപ്പോഴാണ് അല്ല, ഇവനപ്പം പറഞ്ഞത് ചുമ്മാ അതല്ലായിരുന്നല്ലേ? പെട്ടെന്ന് അദ്ദേഹം കംപ്ലീറ്റ് സൈലന്റ് ആയിട്ട് മാറി. അടുത്ത നിമിഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയും പെട്ടെന്നാണ് ചോര ഛർദിക്കാൻ തുടങ്ങിയത്. ഞാൻ പോയ്സൺ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവൻ കുറച്ചു മുമ്പ് നേരത്തെ പറഞ്ഞത് നീ എപ്പോൾ പറഞ്ഞത് ശരിക്കും ഉള്ളതായിരുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ആ പോയ്സൺ കടന്നു കയറാനായിട്ട് തുടങ്ങി. പെട്ടെന്നായിരുന്നു ബാക്കിലേക്ക് വീണത് ടോഡ് പോയ്സൺ കിങ്. അതേസമയം മോങ് ജ്യൂൻ വോൺ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അവന്റെ പോയ്സൺ കൊണ്ട് മാത്രമല്ല, അദ്ദേഹം കുറെ നാളായിട്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലുകൾ കംപ്ലീറ്റ്ലി പോയ്സൺ കാരണം പാരലൈസ് ആയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാണാൻ അവിടേക്ക് വരാൻ അദ്ദേഹം നിർബന്ധം വെച്ചത്. അതിലുപരി അദ്ദേഹത്തിന്റെ ശരീരത്തുള്ള പോയ്സൺ കംപ്ലീറ്റ്ലി പെട്ടെന്നാണ് സ്പ്രെഡ് ആവുന്നത്. ഇങ്ങനെയാണെങ്കിൽ അത് തലച്ചോറിലേക്ക് എത്തി അദ്ദേഹം പെട്ടെന്ന് കോമയിലേക്കോ അല്ലെങ്കിൽ മരിക്കാനും ചാൻസ് ഉണ്ട്. എന്നാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫാൻറ്റം സോണിനെ പറ്റി ഒന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ഇതേ സമയം അദ്ദേഹം ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവിടെ കിടക്കുകയായിരുന്നു. മോർട്ടൽ, നിന്റെ കയ്യിൽ ആ മരുന്നില്ലേ? എന്ത്? ആ ഒരു ഹെവൻ എർത്ത് എസൻസ് നിനക്ക് റിവാർഡായിട്ട് കിട്ടിയത്? പെട്ടെന്ന് അതിനെപ്പറ്റി ഓർത്ത് അവനത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതിൻ്റെ സഹായത്തോടെ അവൻ ആ പോയ്സൺ പുഷ് ചെയ്യാൻ പറ്റിയേക്കും. അതൊരു മെഡിസിൻ മിറാക്കിളാണ് എന്ന് വെച്ചുകൊണ്ട് അതിന് പോയ്സൻ്റെ ഫ്ലോ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും സ്വന്തം എനർജി കൂട്ടാനും അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടും പറ്റിയേക്കും. സോ അത് യൂസ് ചെയ്തുകൊണ്ട് പോയ്സനെ ഡ്രൈവ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ പോയ്സൺ എല്ലാം തന്നെ അവൻ്റെ ശരീരത്തിൽ കടന്ന് ആ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് മോങ് ജ്യൂൻ വോണിന് മനസ്സിലായത്. അല്ല, ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. നീ എന്തിനാണ് പോയ്സണായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്താൽ പോരെ? അത് അവനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. പെട്ടെന്ന് മറ്റൊരു വാക്കുകളാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. നീ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എൻ്റെ അച്ഛൻ എപ്പോഴും അങ്ങനെ പറയുമായിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെ പുറകെയായിരുന്നു. എൻ്റെ അച്ഛൻ ബേക്ക് യു. അദ്ദേഹമാണ്
പോയിസൺ സ്തുറ ഓഫ് ദി ഡീമൺ ഡിസ്ട്രക്ഷൻ കണ്ടെത്തിയത്. അതിലുപരി അദ്ദേഹം 8 റിലത്തിലേക്ക് കടന്നു ചെല്ലുകയും ഒരു ഹ്യൂമൻ ഓഫ് പോയിസണായി മാറുകയും ചെയ്തു. അതിനുശേഷം ടാങ് ക്ലാനിലെ പെട്രേഷനെ കൊന്നുകൊണ്ട് അദ്ദേഹം പോയിസൺ ആർട്സിലെ ഒരു ഗ്രാൻഡ് മാസ്റ്ററായി മാറുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു പഠിച്ചെടുക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ ഏറ്റവും മൂത്തയാൾ അത് പഠിക്കുന്നതിനിടയിൽ മരണപ്പെടുകയും ചെയ്തു. ആൻഡ് ഏറ്റവും ഇളയാളുടെ കാലുകൾ രണ്ടും നിലച്ചുപോയി. അച്ഛാ, എനിക്ക് ഉത്തരം താ പ്ലീസ്. ഞങ്ങൾക്കാർക്കെങ്കിലും 8 റിലത്തിലേക്ക് കടക്കാൻ പറ്റുമോ? ആ പറഞ്ഞതായിരുന്നു ടോഡ് പോയിസൺ കിങ് അല്ല ബേഗ് സാഹ. അവന് 25 വയസ്സായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പോലെ മരിക്കുമോ അതോ എൻ്റെ അനിയനെ പോലെ പാരലൈസ് ആകുമോ? പ്ലീസ് എന്നോട് പറ. ദ പോയിസൺ സുത്ര ഓഫ് ദി ഡീമൺ ഡിസ്ട്രക്ഷൻ, അത് ദ പോയിസൺ മാനാകാനുള്ള ഒരു പാത്ത് തന്നെയാണ്. നീ അതിൽ അഡ്ജസ്റ്റ് ആയാൽ മാത്രം മതി. താങ്കൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അഡ്ജസ്റ്റ് ആകാൻ എങ്ങനെ അഡ്ജസ്റ്റ് ആകാനാണെന്ന് താങ്കൾ പറയുന്നത്? പോയിസൺ ആർട്സ് പഠിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് എനിക്ക് നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ആകാനാണ്? മരിക്കോ അതോ എൻ്റെ കാലിന് എന്തെങ്കിലും പറ്റുന്നുള്ള പേടി മാത്രമാണ് എനിക്കുള്ളത്. താങ്കളൊന്ന് തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ താങ്കൾ ഒന്നും തന്നെ സമയമാകുമ്പോൾ നിനക്കത് മനസ്സിലാകും. എന്ന് സമയമാകാനാണ്? എത്ര നാളെന്നും പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്? എത്ര നാളെന്നും പറഞ്ഞ് ഇതേ സമയം ആദ്യം വയസ്സായ ഒരു രൂപം കാണിക്കുകയും ചെയ്യും. ഞാൻ കാത്തിരുന്ന് എൻ്റെ 2 കാലുകളും എനിക്ക് നഷ്ടമായി. എന്നാൽ അതേസമയം ട്രൂ ക്യൂവിനെ എൻ്റെ ശ്വാസം പോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും എനിക്കൊരിക്കലും 8 റിലത്തിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ്? ഇതേ സമയം അവൻ്റെ അച്ഛൻ അവൻ്റെ സൈഡിൽ കൂടെ കടന്നുപോയി. അച്ഛന്ന് വിളിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് മോക് ജോൺ വുൺ അവനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് പോയിസണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? അതേസമയം അവൻ്റെ ഉള്ളിൽ എന്തോന്ന് ഉണർന്നതുപോലെ അവന് തോന്നി. അല്ല, നീ പറഞ്ഞു വരുന്നത്? അതെ, അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി സാഹ. സമയം ശരിക്കും കടന്നു പോയിരിക്കുന്നു. എന്നാൽ ആ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉൾവിളി ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ചുറ്റിനും ആ ഒരു എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞാനിത് കേട്ടിരുന്നില്ല. എൻ്റെ ബോഡി ഓൾറെഡി കടന്നു പോയിരിക്കുന്നു. സമയം കടന്നു പോയിരിക്കുന്നു. ഇത്ര നാൾ എന്നെ പിന്നിലേക്ക് വലിച്ചത് അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ്റെ ശരീരത്തെ ചുറ്റിനും ഒരു അബ്നോർമലുള്ള എനർജി റിലീസാനായിട്ട് തുടങ്ങി. അവസാനം അവൻ പോയിസനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മോർട്ടൽ ഹീക്കളവൻ ശരിക്കും ലക്കിയാണ്. അവൻ്റെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അവൻ കുറേ നാളായിട്ട് അവനെ തന്നെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. അതെന്തായാലും അവൻ വിട്ടിട്ടുണ്ട്. മെറ്റമോർഫസിലൂടെ അവൻ കടക്കാൻ പോകുകയാണ്. ചുരുക്കം പറഞ്ഞാൽ അവനെ പിടിച്ചു വെച്ചിരുന്ന ആ ഒരു വാൾ കടന്ന് അവൻ മുന്നിലേക്ക് പോകാൻ പോകുന്നു. ഇതേസമയം മോക് ജോൺ വുണിന് അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടോഡ് പോയിസൺ കിങ് അവൻ്റെ മുമ്പിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്നത്. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.